വാഷിംഗ് മെഷീനിൽ വീഴുന്ന വെള്ളം ഒരു തുള്ളി പോലെ അകത്തു നിൽക്കാതെ എല്ലാം പുറത്തു പോകുന്ന പ്രശ്നം നേരിടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ പ്രശ്നം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പരിഹരിക്കാം. അതിനായിട്ട് ഞാൻ ആദ്യമേ ഒരു ടെസ്റ്ററും സ്ക്രൂ ഡ്രൈവറാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് എല്ലാവരുടെയും വീട്ടിൽ കാണാൻ സാധ്യതയുള്ളതാണ്. ഇപ്പം സ്ക്രൂ ഡ്രൈവർ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് എടുക്കുവാണ്. നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ്റെ പുറകിലായിട്ട് ഒരടപ്പ് കാണാം. ഇതിനകത്ത് സ്ക്രൂ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. ഈ സ്ക്രൂ അഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഴിച്ചു മാറ്റുന്ന സ്ക്രൂ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാൻ നേരം സ്ക്രൂ മിസ്സിങ് ആയി പോകും. അതുകൊണ്ട് നമ്മളത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ സ്ക്രൂ അഴിക്കാനായിട്ട് സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രൂ ഡ്രൈവറിൽ മൈനസും സ്റ്റാറും എല്ലാം ഉണ്ട്. അപ്പം ഇപ്പം എനിക്ക് മൈനസിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റാർ മാറ്റി മൈനസിലോട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് പതുക്കെ ഈ അടപ്പ് ഇളക്കാൻ ശ്രമിക്കുവാണ്. എന്നിട്ട് നമ്മൾ പതുക്കെ ഇളക്കിയതിന് ശേഷം കൈകൊണ്ട് പതുക്കെ വലിച്ചു ഊരി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് ഇളക്കി മാറ്റുമ്പോൾ കാണുന്ന ഈ കറുത്ത വള്ളി പോലുള്ള ഒരു കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഡ്രെയിൻ ബെൽറ്റ്. അതിനോട് ചേർന്ന് കാണുന്നതാണ് ബുഷ്. അപ്പോൾ ഈ ബുഷിന് വല്ല കംപ്ലൈൻറ്റ് വരുമ്പോഴേ, ബുഷിനകത്ത് വല്ല അഴുക്ക് അടിയുമ്പോഴൊക്കെ നമുക്ക് പിന്നെ വാഷിംഗ് മെഷീനകത്ത് വെള്ളം ലീക്കാവുന്ന പ്രോബ്ലം വരാറുണ്ട്. ഞാനിപ്പോൾ ഈ ബുഷ് ഊരി നോക്കിയിട്ട് എനിക്ക് അതിനകത്ത് അഴുക്ക് വല്ല ഇരിക്കുന്നതായിട്ടോ മറ്റു പ്രശ്നങ്ങളുള്ളതായിട്ടോ തോന്നുന്നില്ല. എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഈ വാൽവിലേക്ക് എൻ്റെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ വാൽവിൽ നോക്കുമ്പോൾ കാണാം പിന്നും ഒരു നാണയമാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തുണി ഇടുമ്പോഴത്തേക്കിനും ഈ പിന്ന് നാണയം ഇതുപോലുള്ളവയൊന്നും വീഴുന്നില്ലെന്ന് ഉറപ്പാക്കണം. അല്ലാത്ത പക്ഷം ഇതുപോലെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവാൻ ഒരു പരിധി വരെ കാരണക്കാർ ഈ നാണയങ്ങളും പിന്നും അല്ലെ അതുപോലുള്ള അനുബന്ധ വസ്തുക്കളൊക്കെയാണ്. ഈ നാണയവും പിന്നും നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം ഈ അഴിച്ച ബുഷും അടപ്പ് നമുക്ക് തിരിച്ചിടണം. ഇപ്പോൾ ഈ ബുഷ് അഴിക്കാനാണെങ്കിലും വളരെ പ്രയാസമാണ്. വളരെ ടൈറ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. കുറച്ച് ബലം പിടിച്ചെങ്കിൽ മാത്രമാണ് നമുക്കത് അഴിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ബുഷ് തിരിച്ച് വെക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ആ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പിടിച്ചിട്ട് അമ്മയ്ക്ക് മുറുക്കി തന്നെ അടയ്ക്കണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ചാടി വിട്ടുപോയി തന്നെ തുറന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടതിന് ശേഷം ഈ വെള്ളം ഒഴിച്ച് നോക്കാം പുറത്തോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ. അടിപൊളി, എന്തായാലും പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വാഷിംഗ് മെഷീനിനകത്ത് ഒഴിച്ച് ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മെഷീൻ സക്സസ് ആയിരിക്കുകയാണ്. പോകാൻ വരട്ടെ. ഇളക്കി മാറ്റിയതൊക്കെ പഴയതുപോലെ എടുത്തു വെക്കണ്ടേ. അപ്പൊ നമുക്ക് ഈ അടപ്പ് തിരിച്ചടയ്ക്കാം. വാഷിംഗ് മെഷീന്റെ അടപ്പ് അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാഷിംഗ് മെഷീന്റെ അടപ്പിനകത്ത് കുറെ ലോക്കുണ്ട്. ഈ ലോക്ക് കൃത്യമായിട്ട് കയറ്റി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കൈ കൊണ്ട് ഈ അടപ്പിനെ തട്ടി അടയ്ക്കുക. ഇങ്ങനെ തട്ടി അടച്ചതിന് ശേഷം സ്ക്രൂ ഇട്ട് ഓരോ സ്ക്രൂ ആയിട്ട് ഇട്ട് മുറുക്കി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതുപോലെ ഒന്നും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ മാത്രം നമുക്ക് ഒരു ടെക്നീഷ്യനെ വിളിച്ച് ഇത് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്